ഹായ് ഓൾ, വെൽക്കം ടു ബുക്ക് ഔൾസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ശശി ദേശ്പാണ്ഡെയുടെ റൂട്ട്സ് ആൻഡ് ഷാഡോസ് എന്ന് പറയുന്ന ഒരു നോവലാണ്. ഓക്കെ, അപ്പോൾ ഈ റൂട്ട്സ് ആൻഡ് ഷാഡോസ് എന്ന് പറയുന്ന നോവലിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു സ്ത്രീ, ഒരു ഇന്ത്യൻ സൊസൈറ്റിയിലെ സ്ത്രീ, അവളെ എങ്ങനെയാണ് അവർ പേട്രിയാർക്കൽ സെറ്റപ്പിൽ അടച്ചിടപ്പെടുന്നത്, അതുപോലെ സ്ത്രീയുടെ ശത്രു സ്ത്രീ എന്ന് തന്നെ നമ്മൾ കേട്ടില്ലേ, അതുപോലെ എങ്ങനെയാണ് ആ ഫാമിലിയിലെ സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്ക് ബൗണ്ടറീസും ഈ പറയുന്ന അതിർവരമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെയാണ് ഈ നോവലിൽ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒരു ഷോർട്ട് സമ്മറി, പിന്നെ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം, പിന്നെ തീംസ് പോലെ പറയാം. HSC ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ട് വേറൊരു വീഡിയോ കൂടി ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ശശി ദേശ്പാണ്ഡെ, നമ്മുടെ റൈറ്റർ, പുള്ളിക്കാരി ഒരു ഇന്ത്യൻ നോവലിസ്റ്റ് ആണ് ഫ്രം കർണാടക. ഓൾസോ പുള്ളിക്കാരിക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നുണ്ട്. ദാറ്റ് ലോങ് സൈലൻസ് എന്ന് പറഞ്ഞൊരു ബുക്കിനാണ് കിട്ടുന്നത്. മേ ബി ഇതൊക്കെ ചിലപ്പോൾ MCQs ആയിട്ട് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ആദ്യത്തെ കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് 1978 പബ്ലിഷ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത് ദ ഡാർക്ക് ഹോൾഡ് നോ ടെറർ എന്ന് പറയുന്ന നോവലാണ്. ഓക്കെ, ഇനി നമ്മുടെ നോവൽ റൂട്ട്സ് ആൻഡ് ഷാഡോസ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് 1983. ഇനി ആദ്യമായിട്ട് ഓക്കെ, തിരുമതി രംഗമാൽ അവാർഡ് ഫോർ ദി ബെസ്റ്റ് ഇന്ത്യൻ നോവൽ ഓഫ് 1982-83 ഈ ഒരു അവാർഡ് പുള്ളിക്കാരിക്ക് കിട്ടുന്നുണ്ട്. The novel narrates the relationship within a traditional joint family along with the struggles between tradition and modernity. അതിപ്പം നമുക്കാണെങ്കിലും നമ്മുടെ ഇപ്പോൾ ജനറേഷൻ ആണെങ്കിലും നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മുടെ ഫാമിലി അപ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ ഇപ്പോൾ അമ്മമാരും അപ്പൂപ്പന്മാർ അത്ര സീൻ കാണത്തില്ല, അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ അത്യാവശ്യം സീനായിരിക്കുമല്ലോ, അമ്മാവന്മാരൊക്കെ. അപ്പോൾ അതുപോലെ ഉള്ള ഒരു ട്രഡീഷണൽ സെറ്റപ്പിൽ ജീവിച്ചു വരുന്ന ഒരു കൊച്ച്. ബട്ട് അവൾ കുറച്ച് മോഡേൺ ആണ്, മോഡേണിറ്റിയെ എംബ്രേസ് ചെയ്യുന്നുണ്ട്. ഷീ വാണ്ട്സ് ടു ഫ്ലൈ. അപ്പോൾ പക്ഷെ അതിനൊക്കെ എല്ലാത്തിനും ഇങ്ങനെ കൂച്ചുവിലങ്ങിടുകയാണ്. അപ്പോൾ അവൾ അവിടുന്ന് എസ്കേപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അതൊക്കെയാണ് നമ്മുടെ സ്റ്റോറി പറയുന്നത്. പിന്നീട് അവൾ തിരിച്ചു വരുന്ന കഥയാണ്. ഇനി നമ്മുടെ മെയിൻ ക്യാരക്ടറായ ഇന്ദു എന്നാണ് നമ്മുടെ മെയിൻ ക്യാരക്ടറിന്റെ പേര്. പുള്ളിക്കാരിയുടെ പെർസ്പെക്റ്റീവിലാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, Indu's interactions with others in her large family and the manners in which this helps to resolve their future and her own personal crisis becomes the crux of the novel. ഇനി ദേശ്പാണ്ഡെയുടെ വർക്ക്സിലൊക്കെ നമുക്ക് പ്രധാനമായിട്ടും ഈ ഐഡന്റിറ്റി ക്രൈസിസ്, ഈ മോഡേൺ എഡ്യൂക്കേറ്റഡ് വിമൻ്റെ ഐഡന്റിറ്റി ക്രൈസിസ് ഒക്കെ കാണാൻ പറ്റും. ഓൾസോ പേട്രിയാർക്കൽ സിസ്റ്റം ഓഫ് ഫാമിലി ഒക്കെ അത് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. ഐഡന്റിറ്റി ക്രൈസിസ്, പേട്രിയാർക്കൽ സിസ്റ്റം, അതൊക്കെ. ഇനി നമുക്ക് ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടാം. ഏറ്റവും ഒരു തലമൂത്ത കാരണവർ എന്നൊക്കെ പറയുന്ന ഫസ്റ്റ് ജനറേഷനിലെ ആളാണ് അക്ക എന്ന് പറയുന്നത്. ദ ഫീമെയിൽ മെട്രിയാർക്ക് ഓഫ് ദ ഫാമിലി. ഒരു പേട്രിയാർക്കൽ സെറ്റപ്പ് ആണെങ്കിലും ഈ പുള്ളിക്കാരിയാണ് ഇവിടെ ഭരിക്കുന്നതും കാര്യങ്ങളൊക്കെ. അക്ക പുള്ളിക്കാരി കുഞ്ഞിലെ തന്നെ കല്യാണം കഴിച്ച് വന്നതാണ്. കുറേ കഷ്ടതകളൊക്കെ അനുഭവിക്കുന്നുണ്ട് ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്നൊക്കെ. പിന്നെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം അവരാണ് ഇവിടെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ശിവകാമി ദേവിയെ പോലെ പുള്ളിക്കാരി, രാജമാതയെ പോലെ പുള്ളിക്കാരി ഇവിടെ അടങ്ങി വാഴുകയാണ്. ഓക്കെ, നെക്സ്റ്റ് പിന്നെ ഇന്ദുവിൻ്റെ ഗ്രാൻഡ് ഫാദർ, പിന്നെ ഇന്ദുവിൻ്റെ ഒരു അങ്കിൾ ഉണ്ട്. അതൊക്കെയാണ് ഫസ്റ്റ് ജനറേഷനിൽ വരിക. സെക്കൻഡ് ജനറേഷനിൽ വരികയാണെങ്കിൽ ഇന്ദുവിൻ്റെ ആൻറ്റി ആയ നർമ്മദ അത്യ, ആനന്ദ് കാക്ക പുള്ളിക്കാരുടെ അങ്കിളാണ്. പിന്നെ ഇന്ദുവിൻ്റെ അച്ഛനാണ് ഗോവിന്ദ്, പുള്ളിക്കാരുടെ ഫോട്ടോഗ്രാഫറാണ്. സം സോർട്ട് ഓഫ് മോഡേണിറ്റി ക്യാൻ ബി സീൻ ഇൻ ഹിംസെൽഫ്. നെക്സ്റ്റ് മാധവ് കാക്ക ആൻഡ് സുമിത്ര കാക്കി ഇന്ദുവിൻ്റെ ആൻറ്റിയും അങ്കിളും ആണ്. പിന്നെ വിനയ് കാക്ക, അങ്ങനെ കുറച്ച് ആൾക്കാർ. ഓക്കെ, നമുക്കിനി അങ്ങനെ പോയി. പിന്നെ നെക്സ്റ്റ് വരുന്ന തേർഡ് ജനറേഷനിലെ ആളാണ് നമ്മുടെ ഇന്ദു ഗോവിന്ദിൻ്റെ മകളാണ്, മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് ആണ്. ഇന്ദുവിൻ്റെ ഹസ്ബൻഡ് ജയന്ത്. പിന്നെ നരയൻ എന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് വഴിയെ പറയാം. ഓക്കെ, നമുക്കിനി കഥയിലേക്ക് പോവാം. കഥയിൽ നമ്മുടെ ഇന്ദു ഫീമെയിൽ പ്രൊട്ടാഗണിസ്റ്റ് ആണ്. പുള്ളിക്കാരുടെ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഒരു ഇന്ത്യൻ ബ്രാഹ്മിൻ ജോയിൻറ്റ് ഫാമിലിയിൽ ഉണ്ടാകുന്ന എല്ലാ കോൺഫ്ലിക്റ്റുകളെയും ഡൈനാമിക്സിനെയും കോംപ്രമൈസസിനെയും ഒക്കെയാണ് കാണിക്കുന്നത്. ഇന്ദുവിൻ്റെ മദർ ചൈൽഡ് ബർത്ത് തന്നെ മരിച്ചു പോകുന്നുണ്ട്. പുള്ളിക്കാരുടെ ഫാദർ ഒരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ അവളുടെ ആൻറ്റിയുടെ കയ്യിൽ നോക്കാൻ ഏൽപ്പിച്ചിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ഫോട്ടോഗ്രാഫി പാഷനായിട്ട് നടക്കുന്നുണ്ട്. അക്ക അതുപോലെ അവരുടെ ബ്രദർ കാക്ക ഇന്ദു കാക്ക എന്നാണ് വിളിക്കുന്നത്. യഥാർത്ഥ പേര് ആനന്ദ എന്നാണ്. അവർ എല്ലാവരും ആ ഒരു ആൻസിസ്ട്രൽ ഹോമിലാണ് ജീവിക്കുന്നത്. അക്ക എന്ന് പറയുകയാണെങ്കിൽ ഒരു മേട്രിയാർക്കാണ്. ഞാൻ പറഞ്ഞില്ല, രാജമാതാ ശിവകാമി ദേവിയാണ്. പുള്ളിക്കാരിയാണ് ഒരു ചാട്ടവാറ യൂസ് ചെയ്തുകൊണ്ട് ആ വീട് ഭരിക്കുന്നത്. ഇനി ആനന്ദും ഗോവിന്ദും കഴിഞ്ഞിട്ട് അവിടെ അത്യ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനുണ്ട്. അത്യ എന്ന പുള്ളിക്കാരനല്ല, പുള്ളിക്കാരി യഥാർത്ഥ പേര് നർമ്മദ എന്നാണ്. ഒരു വിഡോഡ് സിസ്റ്ററാണ്.
അപ്പോൾ അത്തിയുടെ ലൈഫ് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ബ്രാഹ്മൺ ഫാമിലിയിൽ ഹസ്ബൻഡ് മരിച്ചു പോയുള്ള അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. തലമുണ്ടനം ചെയ്ത് സെക്ലൂഡഡ് ആയിട്ട് ആരുമായിട്ടും ബന്ധമുണ്ട ഇല്ലാതെ വിശേഷ ദിവസങ്ങളിൽ പോലും പങ്കെടുക്കാൻ പറ്റാതെ വൈറ്റ് സാരിയൊക്കെ കൊടുത്ത് നടക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഈ അത്തിയുടെ തല മുണ്ടനം ചെയ്യാൻ വേണ്ടി അവിടെ ഒരു മോഡേൺ, എനിക്ക് തോന്നുന്നു ഗോവിന്ദാണോ എനിക്ക് കൃത്യമായിട്ട് നെയിം ഓർമ്മയില്ല, സോറി, സമ്മതിക്കുന്നില്ല ഒരു വ്യക്തി കേട്ടോ. ഒരു ഫസ്റ്റ് ജനറേഷനിലെ ഒരു ആളാണ്, സോറി സെക്കൻഡ് ജനറേഷനിലെ ആളാണ്, സമ്മതിക്കുന്നില്ല. മാധവ് കാക്കയാന്ന് തോന്നുന്നു. അപ്പം പക്ഷെ അതുകൊണ്ട് തന്നെ പുള്ളിക്കാര് കുക്ക് ചെയ്ത ഫുഡൊന്നും ആരും കഴിക്കില്ല, അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഓക്കെ, പിന്നെ അവിടെ സുനന്ദ, പിന്നെ അങ്ങനെ ഒരു വലിയൊരു ഫാമിലിയാണ് അവിടെ. അപ്പൊ ഇന്ദു ഭയങ്കര റെബല്യസ് ആയിട്ടും അഗ്രസീവ് ആയിട്ടും ഒക്കെ ജീവിക്കുകയാണ്. തന്റെ ഫാൻസിക്ക് അനുസരിച്ച് തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് ഇന്ദുവിന് ഇഷ്ടം. ഫൈനലി അവൾ അതിൽ രക്ഷപ്പെടുന്നുണ്ട്. അപ്പം അവൾ കോളേജിലൊക്കെ പഠിക്കാൻ വിടുന്നത് തന്നെ അവിടെ പഠിച്ചൊരു തന്നെ ചുരുക്കമാണ്. അപ്പൊ അതിൽ പെൺകുട്ടി കോളേജിൽ പോയി പഠിക്കാന്നുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇവിടെ കോളേജിലൊക്കെ പോയി ബോയ്സിനോടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇത് അക്ക അറിയും, അക്കയ്ക്ക് കുറെ സ്പൈസ് ഉണ്ട്. അപ്പോൾ അക്ക വീട്ടിൽ വന്നിട്ട് വഴക്ക് പറയും. അങ്ങനെ എങ്ങനെയൊക്കെയുള്ള റെബലായി അവളോടൊന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. 18-ാമത്തെ വയസ്സിൽ രക്ഷപ്പെട്ടു പോകുന്നു അവിടുന്ന്. അതിനുശേഷം ഒരു മാഗസീനിലെ റൈറ്ററായിട്ട് ജോയിൻ ചെയ്യുന്നു. പിന്നീട് അവളുടെ ഇഷ്ടത്തിന് തന്നെ ജയന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അവൾ റൈറ്ററാണ്, പക്ഷെ അവൾക്ക് ഡിഫറെന്റ് ഫോം ഓഫ് റൈറ്റിംഗിലാണ് താല്പര്യം. അവളുടെ ഉള്ളിലെ ഒരു നോവലിസ്റ്റിനെ താല്പര്യപ്പെടുത്തുന്ന കൈൻഡ് ഓഫ് റൈറ്റിംഗ് അവൾ എഴുതിയിട്ടില്ല എന്നാണ് അവൾ തോന്നുന്നത്. She is a loving wife and almost as beautiful and self-effacing as a domesticated housewife she always resented. അപ്പോൾ അവൾ നല്ല ഒരു ഡ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എല്ലാ ഭാരതീയ സംസ്കാരത്തിലും പറയുന്ന പോലെയുള്ള ഒരു വൈഫാണ് അവൾ. പിന്നെ അവർക്ക് കുട്ടികളില്ല. അവളുടെ ഹസ്ബൻഡ് പറയുന്നത് ഇപ്പോഴൊന്നും കുട്ടികൾ വേണ്ട, അങ്ങനെ എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ഫ്രീഡം, അല്ലെങ്കിൽ അവർക്ക് ഇനിയും പൈസ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അങ്ങനെ കുട്ടികളും കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ അവൾ എപ്പോഴും ജയന്തിൽ ഡിപ്പെൻഡൻ്റ് ആണ്. പക്ഷെ അവൾക്ക് എപ്പോഴും ആ ഡിപ്പെൻഡൻസ് കാണിക്കാൻ താല്പര്യമില്ല. ബിക്കോസ് ഒരു സ്ട്രോങ് ഇൻഡിപെൻഡൻറ്റ് വിമൻ ആണ് ഞാൻ, അതുകൊണ്ട് തന്നെ എനിക്ക് ഡിപ്പെൻഡൻസ് കാണിക്കുന്നത് ബുദ്ധിമുട്ട് പോലെയാണ് അവൾക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ ആൻഡ് ദ ഹിപ്പോക്രസി ഓഫ് ഹർ ഇമോഷൻസ് ആൻഡ് ആക്ഷൻസ് ബിൽഡ് എ സ്ട്രീം ഓഫ് ആംഗിസ്റ്റ് ആൻഡ് ബിൽഡ് ഇൻസൈഡ് ഓഫ് ഹർ. കുറേ കഴിയുമ്പോഴത്തേക്കും ഇവർ തമ്മിലും ക്ലാഷസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. 29-ാമത്തെ വയസ്സിൽ അവൾ തിരിച്ച് അക്കയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. 19-ാമത്തെ വയസ്സിൽ നിന്ന് പിന്നെ 10 വർഷം കഴിഞ്ഞിട്ടാണ് അവൾ വീട്ടിലേക്ക് പോകുന്നത്. സത്യത്തിൽ 10 വർഷമായിട്ട് അവൾ ആരോടും സംസാരിച്ചിട്ടില്ല, അക്കയോട് പോലും സംസാരിച്ചിട്ടൊന്നുമില്ല. അക്ക മരിക്കാറായി, അങ്ങനെയാണ് അവൾ ചെല്ലുന്നത്. അപ്പോൾ ഇന്ദു ഞെട്ടിപ്പോയി. കാരണം അവൾ ഇങ്ങനെ ആരോടും പറയാതെ ഇറങ്ങിപ്പോയ അവളുടെ പേരിൽ ഈ കംപ്ലീറ്റ് പ്രോപ്പർട്ടിയും അക്ക എഴുതി വെച്ചേക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു വേണ്ടവർക്ക് ഇത് വിഹിതം ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ അത് എന്താണ്, ഈ അക്ക മരിക്കുന്നവരെ ഇതെല്ലാം അവളുടെ അടുത്തുനിന്ന് ഇത് മാറ്റി വെച്ചേക്കുകയാണ്. അവള് പറയാതിരിക്കുന്നു, ആ വില്ല് പറയുന്നില്ല. അക്ക മരിച്ചതിന് ശേഷം മാത്രമേ പറയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ശ്യാമറാവു, അതാണ് അവരുടെ ലോയർ, റീഡ്സ് അക്കാസ് വിൽ ടു ദ എൻറ്റയർ ഫാമിലി. They are all as shocked to see that Indu, a family in exile, was given everything. Indu's cousin Mini is supposed to get married and Akka promised to pay for it. അതായത് ഇന്ദുവിന്റെ കസിനായ മിനി കൊച്ചു കൊച്ച അത് കല്യാണം കഴിക്കാൻ പോവാണ്. അക്കയാണ് എല്ലാ ചെലവുകളും നിർവഹിക്കുന്നത്. അപ്പോൾ അക്കയുടെ മരണശേഷം ഓട്ടോമാറ്റിക്കലി ഇന്ദു ആയിരിക്കുമല്ലോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ദു ഇങ്ങനെ മിനിയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് താല്പര്യമുണ്ടോ കല്യാണം കഴിക്കാൻ. അപ്പോൾ ഇന്ദു ഇതൊക്കെ ജീവിതത്തിന്റെ പാട്ടല്ലേ, വേണമെങ്കിൽ കല്യാണം കഴിക്കാം, എല്ലാവരും തീരുമാനിച്ചു ഞാൻ കല്യാണം കഴിക്കുന്നു. ആ ഒരു ടൈപ്പാണ് മിനി എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായല്ലോ മിനിയുടെ ആ ഒരു നേച്ചർ എന്താണ്. അപ്പോൾ ഒരു ഇന്ത്യൻ സ്ത്രീയുടെ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, പല കൈൻഡ് ഓഫ് സ്ത്രീസ് വിമൻ. Indu feels obligated to honor the said promise. As for the house, apart from Kaka and Atya, everyone wants it to be sold and receive their own share of the spoils. Okay, അപ്പോൾ കാക്ക അത്യ ഈ 2 പേർക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും ഈ വീട് ഭാഗം വെച്ച് അവരുടെ വിഹിതവും വാങ്ങിക്കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാമെന്നാണ് അവർക്ക് വിചാരം. ഓൾ ദിസ് വൈ, അപ്പോൾ ഇന്ദുവാ ഇത് ചെയ്യേണ്ടേ അല്ലേ. അപ്പോൾ ഇന്ദുവിന് പിന്നെ ജയന്തുമായിട്ട് പുള്ളിക്കാരുടെ ഹസ്ബൻഡുമായിട്ട് അത്ര നല്ല താല്പര്യം രസത്തിലില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അവൾക്ക് പഴയ ഒരു കസിൻ ഉണ്ടായിരുന്നു, നരയൻ എന്ന് പറഞ്ഞിട്ടൊരു കസിൻ. അത് നേരത്തെ പറഞ്ഞ് ഓർത്ത് വെച്ചേക്കണം. ഈ നരയനുമായിട്ട് ഒരു അവിഹിതം എന്ന് വേണമെങ്കിൽ പറയാം, ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് പുള്ളിക്കാരനുമായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പണ്ട് കുഞ്ഞിലെ പുള്ളിക്കാരനോട് ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അവസരം കിട്ടിയപ്പോൾ അത് വരുന്നു. Narayan is a self-indulgent and carefree vagabond who was never accepted by the family. ഈ പുള്ളിക്കാരെ പോലെ തന്നെ ഒരു റിബൽ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എല്ലാത്തിൽ നിന്നും എല്ലാ കെട്ടുപാടിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യൻ. He was orphaned in childhood and has only his grandfather to call his own. In the end, Narayan succumbs to his private devils and commits suicide. The family is distraught over the tragedy, especially the old uncle and Indu. She even learns about the tragic life of Akka.
അതായത് അക്ക നമ്മൾ പറഞ്ഞില്ലേ ആ ഒരു രാജമാത പുള്ളിക്കാരുടെ ലൈഫിനെ പറ്റിയിട്ടൊക്കെ എന്ത് മനസ്സിലാക്കുന്നുണ്ട്. 12ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു, അബ്യൂസീവ് മാരേജ് ആയിരുന്നു, പിന്നെ ഹസ്ബൻഡ് മരിക്കുന്നു, പിന്നെ വിഡോഹുഡ്. അപ്പോൾ 12ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ ഒരാളാണ് ഈ അക്ക എന്ന് പറയുന്നത്. ഷീ റിയലൈസസ് ഹർ ലാക്ക് ഓഫ് നോളജ് ആൻഡ് വിൽ ടു അണ്ടർസ്റ്റാൻഡ് അക്ക ആൻഡ് ഹർ റൂൾസ് ബ്രെഡ് their asperity towards each other. അപ്പോൾ എന്തുകൊണ്ടാണ് അക്ക അവരോട് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് നിന്നിരുന്നത്, അവർ അനുഭവിക്കേണ്ടി വന്ന ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണെന്ന് അവൾ തിരിച്ചറിയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നരേൻ മരിച്ചല്ലോ. നരേൻ മരിച്ചപ്പോഴത്തേക്കും അവൾക്ക് അത്യാവശ്യം മനസ്സിലായി, കാരണം ഞാൻ ചെയ്തതൊക്കെ തെറ്റായി പോയി എന്നൊക്കെ മനസ്സിലായി. ശേഷം ജയന്തിൻ്റെ അടുത്തേക്ക് അവൾ പോകാൻ തീരുമാനിക്കുന്നു. അതിനു മുന്നേ അക്ക ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണമല്ലോ, പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അങ്ങനെ അവൾ മിനിയുടെ മാരേജിന് വേണ്ടി ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിക്കുന്നു, വീട് വിൽക്കാൻ തീരുമാനിക്കുന്നു, എല്ലാവർക്കും ഷെയർ കൊടുക്കാൻ തീരുമാനിക്കുന്നു. ശേഷം ജയന്തിൻ്റെ അരികിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. എന്നിട്ട് അവൾ ചെയ്ത ഒരു ഇൻഫിഡിലിറ്റി അത് ഹസ്ബൻഡിനോട് പറയും. അപ്പോൾ അത് കാരണം ഹസ്ബൻഡ് അവളെ ഉപേക്ഷിച്ച് പോവില്ല. കാരണം സത്യം, സ്ക്രോച്ചിങ് ഓണസ്റ്റി, ഞാൻ സത്യസന്ധമായിട്ട് പുള്ളിക്കാരനെല്ലാം തുറന്നു പറഞ്ഞല്ലോ. അപ്പോൾ ഈവൻ ഇഫ് അവരുടെ റിലേഷൻഷിപ്പ് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഞാൻ സത്യസന്ധമായിട്ട് എല്ലാം കൺഫ്യസ് ചെയ്തല്ലോ എന്നൊരു സമാധാനത്തിൽ എങ്കിലും ഇനി എനിക്ക് ജീവിക്കാമല്ലോ എന്നവൾ വിചാരിക്കുന്നുണ്ട്. ബൈ ദ എൻഡ് അവൾ തിരിച്ചറിയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഭയങ്കര ഫെമിനിസം മീൻസ് മറ്റേയാൾ ഡിപ്പെൻഡൻ്റ് ആവാതിരിക്കുക എന്നൊന്നും അല്ല വിചാരിക്കേണ്ടത്. ഇപ്പം മെന്നിന് ഫീമെയിലും അവർ ഡിപ്പെൻഡൻ്റ് ആണ്, തിരിച്ച് ഫീമെയിൽ മെന്നിലും ഡിപ്പെൻഡൻ്റ് ആണ്. വേണമെങ്കിൽ ഇമോഷണലി എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ ആ ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയുന്നതിൽ നമുക്കൊരു മോശം കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നോവൽ ഒരു എസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, തീംസ് നമുക്ക് നോക്കാം. അഫ്കോഴ്സ് നമുക്കറിയാം, ട്രഡീഷണൽ വേഴ്സസ് മോഡേൺ വാല്യൂസ്, ഫാമിലി ലൈഫ്, പെട്രിയാർക്കി, ഫെമിനിസ്റ്റിക് സ്റ്റാൻഡ്സ്. അത് നമുക്ക് ഫെമിനിസ്റ്റിക് സ്റ്റാൻഡ്സ് എല്ലായിടത്തും ഇടാൻ പറ്റും ഇല്ലേ. ഡൊമസ്റ്റിക് അബ്യൂസ്, സിൻസ് ആൻഡ് കൺഫെഷൻസ്, റൂട്ട്സ് ആൻഡ് ഷാഡോസ്. ഓക്കെ, ഇതാണ് നമ്മുടെ നോവൽ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. ഞാനിനി ഒരു വീഡിയോ കൂടെ ചെയ്യാം MCQs വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.